കൊട്ടിക്കലാശത്തിനിടെ കണ്ണൂർ പഴയങ്ങാടിയിൽ LDF UDF സംഘർഷം. പ്രചാരണ ബോർഡ് CPM പ്രവർത്തകർ നശിപ്പിച്ചെന്നാരോപിച്ച് UDF രംഗത്തെത്തിയതോടെ സംഘർഷമുണ്ടാവുകയായിരുന്നു. ഒരു പോലീസുകാരന് പരിക്കേറ്റു. മണ്ണാർക്കാട് തെങ്കര ആനമൂളിലും കലാശക്കൊട്ടിനിടെ UDF LDF സംഘർഷമുണ്ടായി. പോലീസ് ലാത്തി വീശി. കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദനും പാലക്കാട് നിന്ന് സാജിദ് അജ്മലും ചേരുന്നുണ്ട്. ആദ്യം ബിജീഷിലേക്കാണ്. ബിജീഷ്, എന്താണ് കണ്ണൂർ പഴയങ്ങാടിയിൽ സംഭവിച്ചത്? പഴയങ്ങാടിയിൽ നടന്ന കലാശക്കൊട്ടിനിടെയാണ് ഇത്തരത്തിലൊരു സംഘർഷമുണ്ടായത്. CPM അതുപോലെ തന്നെ ലീഗ് പ്രവർത്തകർ തമ്മിലായിരുന്നു സംഘർഷം. അവിടെ UDF സ്ഥാപിച്ച ഒരു പ്രചരണ ബോർഡ് CPM പ്രവർത്തകർ നശിപ്പിച്ചതിനെ ചൊല്ലിയായിരുന്നു സംഘർഷം തുടങ്ങിയത്. ഇതിനെ തുടർന്ന് ലീഗിന്റെ, അതായത് UDF പ്രവർത്തകരുടെ പ്രചരണ വാഹനത്തിൽ CPM പ്രവർത്തകർ കയറി പ്രവർത്തകരെ മർദ്ദിച്ചു. ഇതിനിടെ പോലീസും ഈ വിഷയത്തിൽ ഇടപെട്ടു. ഇതിനിടെയാണ് പോലീസിന് നേരെ ആക്രമണം ഉണ്ടായത്. പോലീസിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു പോലീസുകാരന് കൈക്ക് പരിക്കേറ്റ് നിസ്സാര പരിക്കാണെന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ശരി ബിജീഷ്, ഇനി സാജിദിലേക്ക് പോവുകയാണ്. സാജിദ്, മണ്ണാർക്കാട് തെങ്കര ആനമൂളിയിലാണ് കലാശക്കൊട്ടിനിടെ സംഘർഷമുണ്ടായത്. അവിടെ എന്താണ് സംഭവിച്ചത്? പോലീസ് ഇടപെടൽ സാഹചര്യമുണ്ടായോ? ഈ തെങ്കര പഞ്ചായത്തിന്റെ കൊട്ടിക്കലാശത്തിനിടയ്ക്കാണ് ഈ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായത്. ഈ കൊട്ടിക്കലാശം ആനമൂളി ജംഗ്ഷനിലെത്തിയതോടുകൂടി LDF UDF പ്രവർത്തകർ നേർക്കുനേർ വരികയും ഇവർ തമ്മിൽ ഈ കയ്യാങ്കളിയിലെത്തുകയും ചെയ്തു. പിന്നീട് പോലീസ് ലാത്തി വീശിയാണ് പ്രവർത്തകരെ പിരിച്ചുവിട്ടത്. LDFന്റെയും UDFന്റെയും പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ശരി സാജിദ്.